നമസ്കാരം. പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസുകാർ രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് നമുക്കറിയാമല്ലോ. എല്ലാ പോലീസുകാരും അല്ല, പക്ഷേ നല്ലൊരു പങ്ക് പോലീസുകാരെ കൊണ്ടും അങ്ങനെ ചെയ്യിച്ചു. പിന്നെ കുറെ കമ്മി അടിമകളായിട്ടുള്ള പോലീസുകാർ അതിനുവേണ്ടി നിലകൊണ്ടു. എന്നാൽ ഭരണം മാറിയതറിയാതെ ചില പോലീസുകാർ ഇപ്പോഴും ഇടതുപക്ഷമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിണറായി സർക്കാർ തന്നെയാണത്, പിണറായി തന്നെയാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തോട് കൂറുള്ളത് കൊണ്ട് പോലീസിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും ഒരു ഇടതുപക്ഷ പോലീസ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടോ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമായിട്ടോ, അതായത് പിണറായി സർക്കാർ മാറി വി.ഡി. സതീശൻ സർക്കാർ വന്നു എന്നത് വിശ്വസിക്കാൻ പ്രയാസമായിട്ടോ, അങ്ങനെയാണല്ലോ ഇവിടുത്തെ സഖാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ. തങ്ങൾ തോറ്റു എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ചിലർക്കൊക്കെ. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ കേരളത്തിലെ അത്തരത്തിലുള്ള ഒരു പോലീസുകാരന്, അല്ലെങ്കിൽ ഏതാനും ചില പോലീസുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു മണ്ടത്തരം എന്ന് പറയാക്കൂല, നല്ലൊരു കുരുക്ക്, ഒരു പെടല്, ആ പെടലിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഫേസ്ബുക്കിൽ ഒരു രാഷ്ട്രീയ ട്രോള് പങ്കുവച്ചു എന്നതിന്റെ പേരിൽ ഒരു അഭിഭാഷകനെ വഞ്ചിയൂർ കോടതിയുടെ പരിസരത്ത് വെച്ചിട്ട് അറസ്റ്റ് ചെയ്തു അടൂർ പോലീസിന്റെ ഏതാനും ചിലര്. അടൂർ പോലീസിന്റെ ഈ നടപടി വിവാദമായി എന്ന് മാത്രമല്ല, നാണം കെട്ട് നാറാലക്കണകളകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഹർഷകുമാറിനെതിരെ ഫേസ്ബുക്കിൽ ഒരു ട്രോൾ ചെയ്തു എന്ന ഒരു ആരോപണം, ഈ വക്കീല് ട്രോൾ ചെയ്തു അത്രേ. അടൂർ SHO അജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നേരെ കോടതി വളപ്പിലേക്ക് ഇങ്ങോട്ടെത്തി കോടതിക്ക് പുറത്ത് നിന്നിരുന്ന അഭിഭാഷകനെ തൂക്കിയെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പക്ഷെ സ്റ്റേഷനിൽ കൊണ്ട് ചെന്നപ്പോഴാണ് സംഗതി പണി പാളിയത്. കാരണം ഈ തൂക്കിയെടുത്ത് കൊണ്ടുപോകപ്പെട്ട, അറസ്റ്റ് ചെയ്യപ്പെട്ട അഭിഭാഷകന് അനുകൂലമായിട്ട് ഹൈക്കോടതിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട്. അതായത് ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡർ നിലനിൽക്കുന്ന ഒരാളെയാണ് പോലീസ് അകാരണമായി തൂക്കിയെടുത്ത് കൊണ്ടുചെന്ന് കസ്റ്റഡിയിൽ വെച്ചേക്കണേ. പണി പാളൂലേ? ഏതായാലും ഇത് തിരിച്ചറിഞ്ഞോടെ പോലീസിന്റെ മൊത്തത്തിൽ ഉള്ള ഗതി അങ്ങോട്ട് മാറി, ആകെ പിരാന്ത് പിടിച്ച ഒരു അവസ്ഥയിലായി. എങ്ങനെയെങ്കിലും തടി ഊരിയാ മതി എന്നുള്ളൊരവസ്ഥയിലെത്തി. കാരണം പെട്ടല്ലോ, പണി പാളിയല്ലോ. മാത്രമല്ല വക്കീലാണ്, പേടിയും കാര്യങ്ങളൊന്നുമില്ല, അങ്ങ് ചാർജ് ചെയ്യട്ടെ, നമുക്ക് നല്ല പണി കൊടുക്കാം എന്നൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. പിന്നെ അനുനയിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമമെല്ലാം തൽക്കാലം വേണ്ട, നിങ്ങൾ എന്നെ കസ്റ്റഡിയിൽ എടുത്ത നിലയ്ക്ക് അങ്ങ് ബാക്കിയുള്ള നടപടികൾ പ്രൊസീജർ ചെയ്ത് അതിന്റെ വഴിക്ക് തന്നെ പോട്ടെ, റിമാൻഡ് ചെയ്യാനുള്ള പരിപാടികൾ നോക്ക്, നമുക്ക് രണ്ടു കൂട്ടർക്കും അതിന്റെ നിലയിൽ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ സംഗതി പണി പാലുവെള്ളത്തിലായി. ഏതായാലും നിയമവിരുദ്ധമായ ഈ അറസ്റ്റിന്റെ വിവരം അറിഞ്ഞിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടൂർ സ്റ്റേഷനിലേക്ക് ഒരു വിളിയെത്തി. പക്ഷെ നിയമപരമായ തിരിച്ചടികൾ ഭയന്നിട്ട്, അതല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ആ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല, പേടിച്ചിട്ട് വിറച്ചിട്ട്. സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ള ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തില്ല എന്ന ഒരു തെറ്റ്, അക്ഷന്തവ്യമായ തെറ്റ്, അതല്ലെങ്കിൽ ഒരു ആരോപണം, അത് പുതിയതായിട്ട് ഉണ്ടാകുകയും ചെയ്തു. അതായത് ഈ വെളുക്കാൻ തേച്ചത് വെള്ളപ്പണ്ടായി എന്നർത്ഥം. നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഈ കസ്റ്റഡിയിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമായതോടെ ഉദ്യോഗസ്ഥന്മാര് ആകെ നെട്ടോട്ടം ഓടാൻ തുടങ്ങി, നെഞ്ചത്തടിയായി, നിലവിളിയായി. ഇതിനിടയിൽ അറസ്റ്റിലായ അഭിഭാഷകന്റെ ഫോട്ടോ എടുക്കാനും ഈ സംഭവം രാഷ്ട്രീയമായി ആഘോഷിക്കാനുമായിട്ട് DYFIയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ സ്റ്റേഷനിലേക്ക് ഓടിയെത്തി. അത് അതിലേറെ പുകലായി. കാരണം ഈ വന്ന കുട്ടിസഖാക്കൾ ആരെങ്കിലും ഇയാളുടെ ഫോട്ടോ എടുത്ത്, ഈ വക്കീലിന്റെയോ ബാക്കിയുള്ളവരോ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലോ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സംഗതി അങ്ങോട്ട് വൈറലായി പോവും. അതോടുകൂടി ഈ പോലീസുകാരും നന്നായിട്ടൊന്ന് വൈറലാകും, ആ ഒരു അവസ്ഥയിലെത്തും. അതുകൊണ്ട് വളരെ പാടുപെട്ട് അവരത് പോയി. അത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ കൂട്ടത്തോടെ എത്തിയപ്പോ ഈ SFI കുട്ടികളൊക്കെ അവിടെ നിന്ന് മണ്ടി തടി കഴിച്ചിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസുകാർക്ക് താൽക്കാലിക ഒരു ഒരു ആശ്വാസം ഉണ്ടാവുകയും ചെയ്തു. കാരണം ഈ സഖാക്കൾക്ക് കുട്ടി സഖാക്കളെ അടിച്ചു പായിച്ചു എന്നുള്ള ഒരു ഇതും വേണ്ട. കാരണം കോൺഗ്രസ്സുകാർ വന്നിട്ട് അങ്ങ് പാഞ്ഞു പോയതോടുകൂടി തങ്ങൾ രക്ഷപ്പെട്ടല്ലോ. ഏതായാലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകും, അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, തങ്ങളുടെ പണി തന്നെ ചിലപ്പോൾ തെറിക്കും എന്നൊക്കെ മനസ്സിലായതോടെ പത്തനംതിട്ട SP നേരിട്ട് അടൂർ സ്റ്റേഷനിലെത്തി. ഇതിനിടയിൽ നമ്മുടെ വക്കീലിനെ പറഞ്ഞുവിടാൻ പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കി. അതായത് ഞങ്ങൾ നോട്ടീസ് തരാം, നിങ്ങൾ പൊയ്ക്കോളൂ, നോട്ടീസ് തരാൻ പൊയ്ക്കോളൂ എന്ന് പറയാം. വേണ്ട, നിങ്ങൾ പിടിച്ചോണ്ട് വന്നാലൊക്കെ ഇനി കാര്യങ്ങൾ നടക്കട്ടെ, സ്റ്റേഷനിൽ വന്നിട്ടുള്ള നോട്ടീസ് അത് അതിന്റെ വഴി നോക്കട്ടെ എന്ന് പറഞ്ഞു. സംഗതി പെട്ടു. അങ്ങനെയാണ് SP സ്റ്റേഷനിൽ എത്തുന്നത്. എത്തിയിട്ട് ചർച്ച നടത്താണ്. ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുള്ള അഭിഭാഷകന്റെ ഭാര്യ എത്തി, മറ്റ് നിരവധി സഹപ്രവർത്തകരായിട്ടുള്ള അഭിഭാഷകരെത്തി. അങ്ങനെ ഒരു വലിയ ഒരു നിയമ നടപടികളിലേക്ക് നീങ്ങും എന്ന് വ്യക്തമായതോടെ പോലീസ് അധിക സമ്മർദ്ദത്തിലായി. ഒടുവിൽ തങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ആ തെറ്റ്, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ, നിയമ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പണി പാലമളത്തിലാവുമല്ലോ. അതുകൊണ്ട് നിയമ നടപടികളിൽ നിന്ന് എങ്ങനെയെങ്കിലും തങ്ങൾക്ക് തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള
നിയമ നടപടികളിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരാനായിട്ട് പിന്നെ കാലുപിടുത്തമായി. പോലീസ് അഭിഭാഷകർ കസ്റ്റഡിയിലെടുത്ത സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടാക്കാം, ഞങ്ങൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം, കുടുക്കല്ല് എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ട് അവസാനം പോലീസ് ജീപ്പിൽ തന്നെ വളരെ ബഹുമാന പുരസ്സരം സുരക്ഷിതമായിട്ട് അവരെ വീട്ടിലെത്തിച്ചു. എല്ലാവരെയും വീട്ടുകൾ കൊണ്ടുവന്നാക്കി. പക്ഷെ അവിടെ തീരുമോ? കേവലം ഒരു ഫേസ്ബുക്ക് ട്രോളിന്റെ പേരിൽ കോടതി പരിസരത്ത് കയറി ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുക, അറസ്റ്റ് ചെയ്യുക എന്നത് കേരളത്തിലെ നിയമവ്യവസ്ഥയുടെയും പോലീസിന്റെയും പ്രവർത്തന ശൈലിയെക്കുറിച്ച് വലിയ ചോദ്യമാണ് ഉയർത്തിയത്. ഒരു സാധാരണ പൗരന്റെ ഭരണഘടനാപരമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പോലീസ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് അടൂർ പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ള ഈ സംഭവം. ഭരണകക്ഷി എന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമാണ്. കാരണം അവരുടെ മനസ്സിൽ ഭരണകക്ഷി ഇപ്പോഴും പിണറായി വിജയനാണ്. അതുകൊണ്ട് മാറ്റി ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല. തോറ്റു എന്നത് സമ്മതിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ ആരുടെ നമ്മുടെ നേതാവിനെ കുറിച്ച് പറഞ്ഞത് എന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ അവരുടെ ആവശ്യമായിരുന്നു. ഏതായാലും സംസ്ഥാനത്ത് ഭരണം മാറിയിട്ടും ആ മാറ്റം ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇനിയും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു വസ്തുത തന്നെയാണ് ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത്. പഴയ ഭരണകാലത്തെ പോലെ ഇപ്പോഴും തങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്ന, അല്ലെങ്കിൽ എങ്ങനെയും നിയമം കയ്യിലെടുക്കാമെന്നുള്ള ചില പോലീസുകാരുടെ ധാർഷ്ട്യത്തിന് ഏറ്റിട്ടുള്ള കടുത്ത തിരിച്ചടിയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഭരണം മാറിയിട്ടും തങ്ങളുടെ പഴയ രാഷ്ട്രീയ കൂറ്, ആ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനും വേണ്ടിയിട്ട് അവർ നിയമവിരുദ്ധമായി പണിയെടുക്കുന്ന ചില പ്രവൃത്തികൾ, അതൊക്കെ അത്തരം ഉദ്യോഗസ്ഥർ ഇപ്പോഴും പാർട്ടിയുടെ ഒരു സ്വകാര്യ സെക്യൂരിറ്റി വിഭാഗത്തെ പോലെയാണ് പെരുമാറുന്നത് എന്നതിന്റെ തെളിവാണ് ഇവിടെ നമ്മൾ കണ്ടത്. പക്ഷേ ഈ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് കരഞ്ഞ് കാല് പിടിച്ച് വക്കീലിനെ പെരയിൽ എത്തിച്ചത് കൊണ്ട് കാര്യം അവിടെ തീരില്ല. ഈ നിയമവിരുദ്ധമായിട്ടുള്ള അറസ്റ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് കടുത്ത ഔദ്യോഗിക നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഈ വക്കീൽ കൂട്ടത്തിന്റെ തീരുമാനം. ചുരുക്കം പറഞ്ഞാൽ വേലിൽ ഇരുന്ന പാമ്പിനെ എടുത്ത് എവിടെയൊക്കെ വെച്ചതുപോലെയാണ് അടൂരിലെ പോലീസ് കൂട്ടം. Different angles. Don't forget to subscribe and support this channel.